നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് 2691 പേർക്കാണ്. 10 പേർ മരിക്കുകയും ചെയ്തു. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 62,545. ബുധനാഴ്ച മരിച്ചവരെല്ലാം വിദേശികളാണ്. ഇതിൽ 7 പേർ ജിദ്ദയിലും 3 പേർ മക്കയിലുമാണ് മരിച്ചത്. 33നും 95നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവർ. ഇതോടെ ആകെ മരണസംഖ്യ 339ആയി. 1844 പേർ പുതുതായി സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 33,478ആയി. ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് ആകെ 28,728 പേരാണ്. ഇവരിൽ 2,706 പേർ ഗുരുതരാവസ്ഥയിൽ ഉള്ളവരാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമിടയിലെ രോഗവ്യാപനം കൂടുകയാണെന്നാണ് ആരോഗ്യ മന്ത്രാലയ വക്താവായ ഡോക്ടർ മുഹമ്മദ് അബ്ദു അൽ അലി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പുതിയ രോഗികളിൽ 26% സ്ത്രീകളും 10% കുട്ടികളുമാണ്. യുവാക്കൾ 3%. പുതിയ രോഗബാധിതരിൽ സൗദി പൗരന്മാരുടെ എണ്ണം 40%. ബാക്കി 60% മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 18,094 കോവിഡ് ടെസ്റ്റുകളാണ് നടന്നത്. രാജ്യത്താകെ ഇതുവരെ 6,36,178 ടെസ്റ്റുകൾ നടന്നിട്ടുമുണ്ട്. രോഗികളെ കണ്ടെത്തുവാൻ ആരോഗ്യവകുപ്പ് രാജ്യവ്യാപകമായി നടത്തുന്ന ഫീൽഡ് സർവേ 32ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. വീടുകളിലും മറ്റ് താമസ കേന്ദ്രങ്ങളിലും ചെന്നുള്ള മെഡിക്കൽ ടീമിന്റെ പരിശോധനയ്ക്ക് പുറമെ ആളുകളെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി പരിശോധന നടത്തുന്ന റാൻഡം ടെസ്റ്റിംഗും നടന്നു വരികയാണ്. മക്കയിൽ 144, ജിദ്ദയിൽ 102മായി മരണസംഖ്യ. കോവിഡ് ബാധിച്ച ചെറുതും വലുതുമായ സൗദി പട്ടണങ്ങളുടെ എണ്ണം 140ആയി.